I want to talk about how God uses us as a vessel of worship. ആരാധനയുടെ ഒരു പാത്രമായി ദൈവം നമ്മെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Many times we think that worshiping is just singing songs to God. ദൈവത്തിന് പാട്ട് പാടുക എന്നുള്ളതാണ് ആരാധന എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. Or playing music. അഥവാ ഉപകരണങ്ങൾ കൊണ്ട് സംഗീതം പാടുക. And many times we just relate worshiping with music and song. പാട്ട് പാടുന്നതും സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുമാണ് ആരാധനയെന്ന് നാം ചിന്തിക്കാറുണ്ട്. And many times we think that only when we come to church, only when we go to a prayer meeting, we can worship God. പലപ്പോഴും നാം ചിന്തിക്കുന്നത് നാം പള്ളിയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥനാ മീറ്റിംഗിൽ പോകുമ്പോഴോ ആണ് ആരാധിക്കുന്നതെന്നാണ്. Some worship well in their room. ചില ആളുകൾ അവരുടെ മുറിയിൽ തന്നെ ആരാധിക്കും. Some worship well in their prayer closet. ചില ആളുകൾ അവരുടെ പ്രാർത്ഥനാ മുറിയിൽ വളരെ നന്നായി ആരാധിക്കും. Maybe in their car or in their bike. ചിലപ്പോൾ അവരുടെ കാറിലോ ബൈക്കിലോ ഒക്കെ തന്നെ. Or when they are taking a shower in their bathroom. അവർ തങ്ങളുടെ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ആരാധിക്കും. I know many of you are good bathroom singers. നിങ്ങളിൽ പലരും നല്ല ബാത്റൂം സിംഗേഴ്സ് ആണെന്ന് എനിക്കറിയാം. Or when they are hanging their clothes to dry. അവർ തങ്ങളുടെ തുണികൾ ഉണക്കാൻ വിരിക്കുമ്പോൾ. Or when they are cooking in the kitchen. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ. So many times these are a few situations where we worship God. ചിലപ്പോഴൊക്കെ നാം ഇങ്ങനെയുള്ള സ്ഥലത്താണ് ആരാധിക്കുന്നത്. These are all different ways to worship God. ഇതൊക്കെ വിവിധ വഴികളിൽ ദൈവത്തെ ആരാധിക്കുന്നതാണ്. And it is not confined to one space. ഇത് ഒരു സ്ഥലത്തു മാത്രം ഒതുങ്ങുന്നതല്ല. Because the Bible says we are the temple of the Holy Spirit. നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നാണ് വചനം പറയുന്നത്. Jesus lives in us. യേശു നമ്മിൽ വസിക്കുന്നു. And we worship God with our entire being. നമ്മുടെ സർവാംഗങ്ങളും കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു. And we can worship him anywhere and we must worship him everywhere. എവിടെ വെച്ചും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നാം എവിടെയും ദൈവത്തെ ആരാധിക്കണം. David says in Psalm, I will exalt the name of the Lord at all times. His praise will continually be on my lips. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്നാണ് ദാവീദ് പറയുന്നത്. So his praise should continually be on our lips. അവിടുത്തെ സ്തുതി എപ്പോഴും നമ്മുടെ നാവിന്മേൽ ഉണ്ടായിരിക്കണം. Not in one place or at one time. ഒരു സ്ഥലത്തോ ഒരു സമയത്തോ മാത്രമല്ല. But at all times. പിന്നെയോ എല്ലായ്പ്പോഴും. When we see the life of David, he was constantly praising God. ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൻ ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരുന്നതായി കാണാം. During his good times, during his bad times. അദ്ദേഹത്തിന്റെ നല്ല കാലത്തും അദ്ദേഹത്തിന്റെ മോശമായ കാലത്തും. And God lifted him up to be a ruler of a nation. ദൈവം രാജ്യത്തിന്റെ ഭരണാധികാരിയായി അവനെ ഉയർത്തുകയും ചെയ്തു. When we praise God, that's what he will do for us. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അങ്ങനെയാണ് ചെയ്യുന്നത്. Why should we worship him? നാം എന്തിന് ദൈവത്തെ ആരാധിക്കണം? Because that is what we were created for. നാം അതിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. The Bible says, let everything that has breath praise the Lord. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ് വേദപുസ്തകം പറയുന്നത്. Today God is going to keep you as a vessel of worship. ദൈവം ഇന്ന് നിങ്ങളെ ആരാധനയ്ക്കുള്ള പാത്രമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. Not just worshiping him on Sunday. കേവലം ഞായറാഴ്ച മാത്രം ആരാധിക്കുന്നവരായല്ല. Not just worshiping him during the youth meeting. യൂത്ത് മീറ്റിംഗിൽ മാത്രം അവിടുത്തെ ആരാധിക്കുന്നവരായല്ല. But worshiping him every day. പിന്നെയോ അനുദിനം ആരാധിക്കുന്നവരാകണം. At all times. എല്ലായ്പ്പോഴും. So why should we worship? നാം എന്തിന് ആരാധിക്കണം? We are created to worship the Creator. നാം സ്രഷ്ടാവിനെ ആരാധിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ്. In Isaiah 43:21 we see. യെശയ്യാവ് 43:21 നാം ഇങ്ങനെ കാണുന്നു. God says, this people have I formed for myself. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. They shall shew forth my praise. അവർ എൻ്റെ സ്തുതിയെ വിവരിക്കും. There was a pastor who was leading a church. ഒരു സഭയെ നയിക്കുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. And every Sunday he would work hard to prepare a special message for his congregation. ഞായറാഴ്ച തന്റെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ അദ്ദേഹം വളരെ അധ്വാനിച്ച് ദൂത് പ്രാപിക്കും. For a couple of times he noticed there was a lady in the crowd. പലപ്പോഴും അദ്ദേഹം ഒരു പ്രത്യേക സ്ത്രീയെ ശ്രദ്ധിക്കാറുണ്ട്.
who would always shout, "Hallelujah, praise the Lord" in the middle of the message. ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ത്രീ ഹല്ലേലൂയയും പ്രൈസ് ദി ലോർഡും പറയും. And as he would speak, for every line she would keep saying, "Hallelujah, praise the Lord." ഓരോ വരി അദ്ദേഹം പറയുമ്പോഴും അവർ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ന് വിളിച്ചു പറയും. For every single line she would say it. ഓരോ വരി പറയുമ്പോഴും അവർ ഇങ്ങനെ പറയും. So this pastor got very tired. ഇത് കേട്ട് അദ്ദേഹം തളർന്നുപോയി. He was patient for the first couple of weeks. കുറച്ച് ആഴ്ചകൾ അദ്ദേഹം അത് ക്ഷമിച്ചു കൊടുത്തു. But then as time went by, he said, "I should do something about it." എന്നാൽ ഒരു സമയമായപ്പോൾ ഇതിനെന്തെങ്കിലും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. So one Sunday after he preached his message, after the service ended, ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം he went to the lady ആ സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്നു. and silently he said, വളരെ നിശബ്ദമായി അദ്ദേഹം അവരോട് ഇങ്ങനെ പറഞ്ഞു. "If you just keep quiet for next service, I will buy you a new pair of shoes." അടുത്ത ആഴ്ച നിങ്ങൾ മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു ജോഡി പുതിയ ഷൂ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. It is kind of distracting me when I preach my message. ഞാൻ എൻ്റെ ദൂത് പ്രസംഗിക്കുമ്പോൾ അത് എൻ്റെ ശ്രദ്ധയെ അലട്ടുന്ന ഒരു കാര്യമായി മാറുന്നു. So if you just be silent, I will buy you a new pair of shoes. നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഒരു ജോഡി പുതിയ ഷൂ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. That sounded like a very good present from the pastor. അത് പാസ്റ്റർ നൽകുന്ന ഒരു നല്ല സമ്മാനം പോലെ അവൾക്ക് തോന്നി. She said, okay, I will do that. അവൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാം. And the next Sunday came. അങ്ങനെ അടുത്ത ഞായറാഴ്ച എത്തി. The pastor prepared a very good message that Sunday. പാസ്റ്റർ അന്ന് ഒരു നല്ല മെസ്സേജ് തയ്യാറാക്കി. And he was very excited to deliver it on that Sunday to that congregation. ആ ഞായറാഴ്ച അത് പ്രസംഗിക്കുവാൻ അദ്ദേഹം വളരെ ആവേശഭരിതനായിരുന്നു. He said, "I'm going to be very free this time. I'm going to have a good focus this time and silence so that I can deliver this very good message and finish it in peace." വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ സമാധാനത്തോടെ എൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് തരുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. So he started preaching. അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. And he saw the lady in the crowd. കൂട്ടത്തിൽ ആ സ്ത്രീ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. And she was staying silent for a while. കുറെ നേരത്തേക്ക് അവൾ ശാന്തമായിരുന്നു. She was doing all that she could. അവൾക്ക് കഴിയുന്നത്ര ശാന്തമായിരിക്കുവാൻ അവൾ ശ്രമിച്ചു. She was like, she was taking everything that was in her to be quiet. വളരെ ശാന്തമായിരിക്കുവാൻ അവൾ തൻ്റെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ടേയിരുന്നു. But that message was very good that Sunday morning. എന്നാൽ ആ മെസ്സേജ് വളരെ നല്ല മെസ്സേജ് ആയിരുന്നു. Oh, she tried very hard to keep silent. അവൾ നിശബ്ദയായിരിക്കാൻ വളരെ ശ്രമിച്ചു നോക്കി. But something came inside of her and she said, "Shoes or no shoes, hallelujah, praise the Lord." പക്ഷെ എന്തോ അവളുടെ ഹൃദയത്തെ തട്ടിയപ്പോൾ അവൾ പറഞ്ഞു, ഷൂ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, പ്രൈസ് ദ ലോർഡ്. She could not stay silent. അവൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. That's how much the joy of the Lord was in her that she could not keep quiet. അവൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അവളിൽ ഉണ്ടായ ദൈവിക സന്തോഷം. The pastor completely forgot his message. പാസ്റ്റർ അദ്ദേഹത്തിന്റെ മെസ്സേജ് പൂർണ്ണമായും മറന്നു കളഞ്ഞു. He couldn't do anything. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. My dear friends, in the same way, when the joy of the Lord fills our heart, പ്രിയമുള്ളവരെ, അതുപോലെ ദൈവിക സന്തോഷം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ we will not be able to stay silent. നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. When we taste and see how good God is, ദൈവം എത്ര നല്ലവനെന്ന് നാം രുചിച്ചറിയുമ്പോൾ we will never be able to keep it to ourselves. നമുക്കത് നമ്മിൽ ഒതുക്കുവാൻ ഒരിക്കലും കഴിയില്ല. We'll be itching to tell somebody. അത് ആരോടെങ്കിലും പറഞ്ഞേ മതിയാകൂ എന്ന് നമുക്ക് തോന്നും. I have tasted God's goodness. ഞാൻ ദൈവത്തിന്റെ നന്മയെ രുചിച്ചറിഞ്ഞു. I want my friends to know. എന്റെ സുഹൃത്തുക്കൾ അത് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want my family to know. എന്റെ കുടുംബം അത് അറിയണം. I want my co-workers to know. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ അത് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. That is because God has created us in that way. എന്തെന്നാൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. To tell of His goodness. അതെ, അവിടുത്തെ നന്മകളെ വിവരിക്കുവാൻ. To shew forth His praise. അവിടുത്തെ സ്തുതിയെ പ്രകടിപ്പിക്കുന്നവരായി. Yes. Sometimes we may lock it to inside of us and never say it out. പലപ്പോഴും നാം നമ്മുടെ ഉള്ളിൽ ഒതുക്കി അത് നാം ഒരിക്കലും പറയാറില്ല. That means we need to taste Him even more. അതിനർത്ഥം നാം അവിടുത്തെ അധികമായി രുചിച്ചറിയേണ്ടതുണ്ടെന്നാണ്. Know about Jesus even more. ഇനിയും നാം യേശുവിനെ കൂടുതലായി അറിയണം.
How do we do that? നാം എങ്ങനെയാണത് ചെയ്യുന്നത്? Can anybody tell me how do we learn about Jesus? നാം യേശുവിനെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? Read the Bible വേദപുസ്തകം വായിക്കുക, and pray every day. അനുദിനവും പ്രാർത്ഥിക്കുക. God speaks to us through His Word. ദൈവം അവിടുത്തെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. Every answer to our problem is in His Word. നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടുത്തെ വചനത്തിലുണ്ട്. When you read about Him every day, നാം അവിടുത്തെക്കുറിച്ച് അനുദിനവും നാം വായിക്കുമ്പോൾ, and when you live according to His Word every day, അവിടുത്തെ വചനാനുസരണം അനുദിനം നാം ജീവിക്കുമ്പോൾ, you will see His goodness in your life. നിങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ നന്മയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. You will know that He cares for you. അവിടുന്ന് നിങ്ങളെ കരുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. Just like how He fed the Israelites, ഇസ്രായേൽ മക്കളെ അവിടുന്ന് പോഷിപ്പിച്ചതുപോലെ He will feed you. അവിടുന്ന് നിങ്ങളെയും പോഷിപ്പിക്കും. He will provide for you. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി കരുതും. Just as He gave His peace and His deliverance അവിടുത്തെ സമാധാനവും വിടുതലും അവിടുന്ന് നൽകിയതുപോലെ, and His healing to the people in the Bible, ബൈബിളിൽ ജനങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കിയതുപോലെ He will give it to you. നിങ്ങൾക്കും നൽകിത്തരും. So we need to learn about His ways through His Word to recognize who He is. അവിടുത്തെ തിരിച്ചറിയുവാൻ അവിടുത്തെ വചനത്തിലൂടെ നാം അവിടുത്തെ മനസ്സിലാക്കണം. That is how we know and recognize who God is in our life. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ആരാണെന്ന് നാം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. So how do we offer ourselves to this kind of worship? ഇങ്ങനെയുള്ള ആരാധനയ്ക്കായി നാം നമ്മെ തന്നെ എങ്ങനെയാണ് അർപ്പിച്ചു കൊടുക്കുന്നത്? How do we prepare ourselves to show forth His praise? അവിടുത്തെ സ്തുതിയെ പ്രകടമാക്കുവാൻ നാം എങ്ങനെ നമ്മെ ഒരുക്കണം? We see in Romans 12:1, റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, to offer our bodies as a living sacrifice. നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി നാം സമർപ്പിച്ചു കൊടുക്കണം. Holy and pleasing to God. വിശുദ്ധിയുള്ളതും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി അർപ്പിക്കണം. We see that this is your true and proper worship. ഇതാണ് സത്യമായതും ശരിയായുള്ളതുമായ ആരാധന. We learn about how to honor God in the Word of God. ദൈവത്തെ എങ്ങനെ ആദരിക്കണമെന്ന് നാം തിരുവചനത്തിലൂടെ പഠിക്കുന്നു. It is the guidebook for our life. നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായ പുസ്തകമാണത്. To live a holy life pleasing to God. ദൈവത്തിന് പ്രസാദകരമായ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള വഴികാട്ടി. Firstly, to honor Him with our words, our actions and our life. ഒന്നാമതായി നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും അവിടുത്തെ നാം ആദരിക്കണം. When we talk to our friends, do we think about the words that we use? നാം നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിന്തിച്ചു നോക്കുക. Do we talk about others and hurt them through our words? മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ അവരെ ഹനിക്കുന്നുണ്ടോ? Are our thoughts prideful? നമ്മുടെ ചിന്തകൾ അഹങ്കാരമുള്ളതാണോ? Are our words pure? നമ്മുടെ വാക്കുകൾ നിർമ്മലമായതാണോ? Are our actions pleasing to God? നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? Even the things that we do in secret. നാം രഹസ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും God is always watching over us. ദൈവം എപ്പോഴും നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. So we must honor God in everything. അതുകൊണ്ട് നാം എല്ലാറ്റിലും ദൈവത്തെ മാനിക്കണം. Secondly, it's to take care of ourselves. രണ്ടാമതായി നമ്മെ നാം കരുതണം. Because it is the temple of the Holy Spirit. എന്തുകൊണ്ടെന്നാൽ അത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. Do we keep our body clean? നാം നമ്മുടെ ശരീരം ശുദ്ധമായി സൂക്ഷിക്കുന്നുണ്ടോ? Do we keep our body healthy? നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നുണ്ടോ? Do we get enough sleep? നാം നന്നായി ഉറങ്ങുന്നുണ്ടോ? All those things matter. ഇവയൊക്കെയും സാരമായി എടുക്കേണ്ട കാര്യങ്ങളാണ്. It may be an ordinary thing for us. ഇത് നമുക്കൊരു സാധാരണ കാര്യമായിരിക്കാം. But when we take care of our body, it is an action of worship. നാം നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നതും ഒരു ആരാധനയുടെ പ്രവൃത്തിയാണ്. Because we are taking care of the place where God resides. കാരണം ദൈവം വസിക്കുന്ന സ്ഥലത്തെ നാം കരുതുകയാണ് ചെയ്യുന്നത്. He lives in your heart, doesn't He? അവിടുന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ലേ? So we must take care of our bodies. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് കരുതലുള്ളവരായിരിക്കണം. Take care of our mind. നമ്മുടെ മനസ്സിനെക്കുറിച്ചും നമുക്ക് കരുതലുണ്ടാവേണം. Take care of our heart. നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് കരുതലുണ്ടാവേണം. Are we letting pride take over our heart? നമ്മുടെ ഹൃദയത്തെ അഹങ്കാരം പിടിക്കുവാൻ നാം അനുവദിക്കുന്നുണ്ടോ? Are we allowing anger to control us? കോപം നമ്മെ നിയന്ത്രിക്കുവാൻ നാം വിട്ടുകൊടുക്കുന്നുണ്ടോ?
we should think about that. നാം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. Because all those contribute to us worshiping God. ഇവയൊക്കെയും ദൈവത്തെ ആരാധിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന കാര്യങ്ങളാണ്. Keeping our minds, our hearts and our bodies pleasing to God. നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ദൈവത്തിന് പ്രസാദകരമാവണ്ണം കാത്തുകൊള്ളപ്പെടണം. Thirdly, a way to worship God is to serve others. മറ്റുള്ളവരെ സേവിക്കുക എന്നതും ദൈവത്തെ ആരാധിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. Taking care of our loved ones. നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതുക. Taking care of the poor. ദരിദ്രരായവർക്ക് വേണ്ടി കരുതുക. Taking time to spend time with the people in need. ആവശ്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക. Not only caring for ourselves, നമുക്ക് വേണ്ടി കരുതുക മാത്രമല്ല, but sharing God's love with others also. മറ്റുള്ളവരുമായി ദൈവസ്നേഹം പങ്കിടുകയും വേണം. So let us start now. അതെ, നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. Let us start honoring God now. ഇപ്പോൾ തന്നെ ദൈവത്തെ മാനിക്കാൻ തുടങ്ങുക. People will see a difference in your life. ജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കാണുവാനിടയാകും. Shall we stand up and give our lives to Jesus now? നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതത്തെ യേശുവിനായി സമർപ്പിച്ചു കൊടുക്കാം. Lord, from today, ఈరోజు let our hearts be turned into a vessel of worship for you. അവിടുത്തെ ആരാധിക്കുന്ന ഒരു പാത്രമായി ഞങ്ങളുടെ ഹൃദയം മാറട്ടെ. Every word that we speak, ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും, every thought that we think, ഞങ്ങളുടെ ചിന്തകളും, every action that we do, Lord, ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളും let it honor you. അത് അവിടുത്തെ മാനിക്കുന്നതാവട്ടെ. Help us to take care of our body. ഞങ്ങളുടെ ശരീരത്തെ കരുതുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Live healthy with your strength, Lord, അവിടുത്തെ ബലത്തോടെ ആരോഗ്യത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. and worship you, Lord. ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. Lord, help us to take care of others with all our strength മറ്റുള്ളവരെ സ്നേഹിതരെന്നോണം കരുതുവാൻ ഞങ്ങളെ സഹായിക്കണമേ. and worship you, Lord. അങ്ങനെ അവിടുത്തെ ആരാധിക്കുവാൻ Help us to follow your calling upon our lives. ഞങ്ങളുടെ ജീവിതത്തിലെ അവിടുത്തെ വിളിയെ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Follow your will for our life ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ഹിതം പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. and do your purpose and worship you, Lord. അവിടുത്തെ ഉദ്ദേശങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവിടുത്തെ ആരാധിക്കുവാൻ സഹായിക്കണമേ. Help us to live every day to be grateful to you. അനുദിനവും അവിടുത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Thank you, Lord, for your wonderful presence അവിടുത്തെ അതിശയ സാന്നിധ്യത്തിനായി നന്ദി. and for blessing your children, Lord, നിന്റെ മക്കളെ അനുഗ്രഹിച്ചതിനായി നന്ദി. and for multiplying them. അവരെ വർദ്ധിപ്പിക്കുന്നതിന് നന്ദി. We receive it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് പ്രാപിക്കുകയാണ്. Amen. ആമേൻ.